പ്രതിഭ എം.എൽ.എയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ എക്സൈസിനെതിരെ മന്ത്രി സജി ചെറിയാൻ രംഗത്ത് വന്നു. കുട്ടികൾ പുകവലിച്ചതിന് ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് മന്ത്രി വിമർശിച്ചു. പുകവലിക്കുന്നത് മഹാ അപരാധമൊന്നുമല്ലെന്ന് മന്ത്രി സജി ചെറിയാൻ. മനീഷ് മഹിവാൽ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. മനീഷ്, ഇദ്ദേഹം അഭിമാനത്തോടെ പറയുന്നത് ഈ FIR അദ്ദേഹം വായിച്ചു നോക്കി എന്നാണ്. അദ്ദേഹം വായിച്ചു നോക്കിയെന്ന് എനിക്ക് സംശയമുണ്ട്. ഞാനും ആ FIR വായിച്ചതാണ്. മാത്രമല്ല, ഈ മന്ത്രി സജി ചെറിയാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പൊല്ലാപ്പും പുലിവാലും പിടിക്കുന്ന ആളാണ്. അദ്ദേഹം പിന്നെയും ഓരോ കാര്യം പറഞ്ഞു വരികയാണ്. പറയൂ. ഇന്നലെ കായംകുളത്തൊരു പാർട്ടി പരിപാടിയിലാണ് മന്ത്രി സജി ചെറിയാൻ പ്രതിഭയെ ന്യായീകരിച്ചുകൊണ്ട് രംഗത്ത് വന്നത്. ഇതാദ്യമായിട്ടാണ് പാർട്ടി ഈ ഒരു വിഷയത്തിൽ പ്രതിഭയുടെ വിഷയത്തിൽ ഒരു മറുപടിയുമായി അല്ലെങ്കിൽ ഒരു പ്രതികരണവുമായി രംഗത്തെത്തുന്നത്. അതും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സജി ചെറിയാനാണ്. ഈ FIR ശരിക്കും ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയത്. യഥാർത്ഥത്തിൽ 1 കിലോയ്ക്ക് താഴെ കഞ്ചാവ് പിടികൂടിയത് കൊണ്ട് തന്നെ ജാമ്യം ലഭിക്കുന്ന വകുപ്പാണ് ചുമത്തിയത്. പക്ഷേ ഇവിടെ സജി ചെറിയാൻ ന്യായീകരിക്കുന്നത് അത് ഒരു കൂട്ടം വിദ്യാർത്ഥികൾ, കുട്ടികൾ ചേർന്നിരുന്ന് പുക വലിച്ചു എന്ന് മാത്രമാണ്. അങ്ങനെ പുക വലിച്ചതിന് എക്സൈസ് വകുപ്പ് അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. താൻ ബീഡി വലിക്കുന്ന ആളാണ്, ജയിലിൽ കിടന്നപ്പോൾ മുതൽ ബീഡി വലിച്ചു തുടങ്ങിയതാണ്. MP വാസുദേവൻ നായർ ദിവസവും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ്. അതുകൊണ്ട് പുക വലിക്കുന്നതിനെ വലിയ മഹാ അപരാധമായി കാണിക്കാൻ സാധിക്കില്ല. പക്ഷേ അതൊരു മോശം രീതിയാണ്, മാറ്റുന്നതാണ് നല്ലത് എന്ന രീതിയിലുള്ളൊരു സാധാരണ അദ്ദേഹത്തിൻ്റെ ഒരു പതിവ് പ്രസംഗ ശൈലിയാണ്. അതെങ്കിൽ കൂടി ഒരു കേരളത്തിൽ അത്രയും വലിയ ചർച്ചാ വിഷയമായ ഒരു കാര്യമാണ് ഈ പ്രതിഭയുടെ മകനുമായി ബന്ധപ്പെട്ട ഈ കഞ്ചാവ് കേസ്. ആദ്യം ആ കേസുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ വിശ്വാസത തന്നെ തകർക്കുന്ന രീതിയിലുള്ള പ്രതികരണം ഉണ്ടായിരുന്നു. പക്ഷേ സർക്കാർ തന്നെ ആ കേസിൽ അതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ ഒരു ക്രൈം ആൻഡ് ഒക്കറൻസ് റിപ്പോർട്ട് കൂടി വന്നതോടുകൂടി, അതായത് മകനെതിരെ ഒരു കഞ്ചാവ് കേസിന്റെ വകുപ്പുകൾ 2 വകുപ്പുകൾ ചുമത്തിയതോടുകൂടി തന്നെ ആ വാർത്ത ഒരു വലിയ ശ്രദ്ധാ വിഷയമായി മാറി. അതുപോലെ തന്നെ പ്രതിഭ നിയമസഭയിലെ മികച്ച സാമാജികയാണ്, 2 തവണ പാർട്ടി അവസരം നൽകിയത്. അതുകൊണ്ടാണ് അങ്ങനെ അത്തരം പരാമർശങ്ങളുണ്ട്. ഒപ്പം തന്നെ കൊച്ചിയിലെ മെഗാ ഡാൻസ് വിവാദത്തിൽ കൂടി അദ്ദേഹത്തിന്റെ മറുപടി VD സതീശനുണ്ട്. VD സതീശൻ താനും മന്ത്രിയും ഈ സംഘാടകരുമായി ചേർന്ന് നടത്തിയ തട്ടിപ്പാണെന്ന രീതിയിലുള്ള പ്രതികരണം വന്നിരുന്നു. പക്ഷേ സാംസ്കാരിക മന്ത്രി എന്ന രീതിയിൽ മാത്രമാണ് താൻ അവിടെ പോയത്. സതീശൻ ഈ രീതിയിൽ സംസാരിക്കാൻ വട്ടായോ തുടങ്ങിയ പ്രതികരണങ്ങൾ കൂടി മന്ത്രി സജി ചെറിയാൻ ഉന്നയിക്കുന്നുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയെന്ന് പറയുന്ന മന്ത്രി പറയുന്നത് ശരിയല്ല. ജാമ്യം കിട്ടുന്ന വകുപ്പ് തന്നെയാണ് ചുമത്തിയിരിക്കുന്നത്. എന്നാൽ പുകവലിക്കുന്നത് കൊണ്ട് വലിയ കുഴപ്പമില്ല എന്ന് സംസ്കാരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു മന്ത്രി തന്നെ പറയുന്നത് ശരിയാണോ? മാത്രമല്ല, സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പാർട്ടി താല്പര്യം കൊണ്ടായിരിക്കും അദ്ദേഹം ഇതൊക്കെ പറയുന്നത്. പക്ഷേ അദ്ദേഹം ആലോചിച്ച് പറയുന്നുണ്ടോ എന്നെനിക്ക് ബലമായ സംശയമുണ്ട്. അങ്ങനെ അതല്ല, അദ്ദേഹം പറയുന്ന നിലപാടാണ് പൂർണ്ണമായി ശരിയെങ്കിൽ ഈ നടപടിയെടുത്ത മുഴുവൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാരെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യേണ്ടേ സാറേ?